രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കുജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാത്മീകി രാമായണത്തിൽ നമ്മൾ ഹനുമാൻ മടങ്ങാൻ തയ്യാറായ ആ ഒരു രംഗത്തെ കണ്ടു. സീത ചൂടാരത്നം ഹനുമാൻ്റെ കയ്യിൽ നൽകി. അടയാളവാക്യവും പറഞ്ഞു. ആർക്കും ഇതുവരേക്ക് ഷെയർ ചെയ്യാത്ത അടയാളവാക്യങ്ങൾ സീത ഹനുമാനോട് പറഞ്ഞു. തൻ്റെ പ്രിയനായിട്ടുള്ള രാമന് കൈമാറാനായിക്കൊണ്ട്. എന്നാൽ ഞാൻ തിരിച്ചു പോട്ടെ ദേവി. മണിവരമുപഗുഹ്യതം മഹാർഹം ജനകനൃപാത്മജയാധൃതം പ്രഭാവാൽ ഗിരിവര പവനാവധൂതമുക്ത സുഖിതമനാ പ്രതിസംക്രമാ പ്രഭേദേ. ജനകരാജപുത്രി ശ്രദ്ധയോടെ ധരിച്ചിരിക്കുന്ന, അങ്ങനെ ആർക്കും കൂട്ടുകില്ല. അത് അതിനെപ്പറ്റി ഒരു നിലയ്ക്ക് പുറത്തേക്ക് പ്രസ്താവിക്കും കൂടിയില്ല. വളരെ കാര്യമായിട്ട് കൊടുത്തതാണ് സീതയ്ക്ക്. സീതയുടെ അച്ഛൻ മണിരത്നത്തെ ഏറ്റുവാങ്ങിയതായിട്ടുള്ള മാരുതി കൊടുങ്കാറ്റ് ഒടുങ്ങിയപ്പോൾ മലകളുടെ മുകളിൽ ഉണ്ടാകുന്ന ശാന്തത, മലയുടെ മുകളിൽ എന്ന് പറയാൻ കാരണം കാറ്റ് അവിടേക്കാണ് അധികം അടിക്കുക. ഉയർന്ന സ്ഥലത്തേക്കാണ് കാറ്റ് അധികം അടിക്കുക. കാരണം അവിടെ വേറെ തടസ്സങ്ങളില്ലല്ലോ, വൃക്ഷങ്ങളോ കെട്ടിടങ്ങളോ. അവിടെ മലയുടെ ഉപമിച്ചത്. പൊതുവേ കൊടുങ്കാറ്റ് ഒടുങ്ങിയ ശാന്തത ഉണ്ടാവും, മലയുടെ മുകളിൽ രണ്ടും ഉണ്ടാവും. കൊടുങ്കാറ്റ് അടിച്ചാലുള്ള പ്രക്ഷുബ്ധത അധികമാണ്, അത്രേ നിന്നുള്ള ശാന്തതയും അധികമാണ്. അപ്പം അതേപോലെ കൊടുങ്കാറ്റൊടുങ്ങിയ മലമുകളെ പോലെ മാരുതിയുടെ മനസ്സൊന്നങ്ങനെ ശാന്തായി. താൻ സമുദ്രം ചാടിക്കടന്ന് എത്തിയിട്ടുള്ളത് എന്തിനാണോ അതിവിടെ നടന്നിരിക്കണു. സീതയെ കാണുക, സന്ദേശം വാങ്ങുക, ഞാൻ തിരിച്ചു പോവുക. 3 കാര്യമാണ്. ഒന്ന്, സീതയുടെ അവിടെ എത്തണം, പിന്നെ സന്ദേശം ഏറ്റുവാങ്ങണം, പിന്നെ തിരിച്ചെത്തണം. അത് 2 ഘട്ടപ്പം കഴിഞ്ഞിരിക്കണു. എത്തൽ കഴിഞ്ഞു, സീതയെ കണ്ടു, ഇതാ സന്ദേശം അങ്ങോട്ടുള്ളത് പറഞ്ഞു, ഇങ്ങോട്ടുള്ളത് മേടിച്ചു, മോതിരം അടയാളവാക്യം പറഞ്ഞു. 2 ഘട്ടം കഴിഞ്ഞു. ഇനി രാമൻ്റെ അടുത്തേക്ക് അത് എത്തിക്കുക 1 ഘട്ടമേ ബാക്കിയുള്ളൂ. 2ൽ 3ൽ 2 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാശ്വാസമാണല്ലോ. അതാണ് കൊടുങ്കാറ്റ് അടങ്ങിയ പോലെയുള്ള ശാന്തതയെ പ്രാപിച്ചു. മണിന്ദത്വാ തത സീതാഹനൂമന്ദമതാബ്രവീൽ അഭിജ്ഞാനമഭിജ്ഞാതമേതത് രാമസ്യ തത്വതാ. സീത അതിനുശേഷം പറഞ്ഞു, ഹനുമാൻ, ഈ അടയാളം രാമന് നല്ലപോലെ അറിയാവുന്ന ഒന്നാണ്. ജനകാത്മജയായിരിക്കുന്ന എനിക്ക് തന്നതായിട്ടുള്ള ഈ രത്നത്തെക്കുറിച്ച് ശ്രീരാമൻ ഒരിക്കലും മറക്കില്ല. ആ വീരനായിട്ടുള്ള രാമൻ 3 ആളെ ഓർക്കും എന്ന് പറയണം ഈ രത്നം കാണുമ്പോൾ. ആരെയൊക്കെ? വീരോ ജനന്യ മമചരാജ്ഞോ ദശരഥ. ഒന്ന് എൻ്റെ അമ്മ തന്നതാണ്. വീരോ ജനന്യ മമരാജ്ഞ, അച്ഛനായിട്ടുള്ള എൻ്റെ അച്ഛനെയും ഓർക്കും. ദശരഥസ്യജ, രാമൻ്റെ അച്ഛനെയും ഓർക്കും. രാമന് ദശരഥന് കൊടുത്തതാണെന്നാണ്. അപ്പം ദശരഥനെ ഓർക്കും, എൻ്റെ അച്ഛനെയും അമ്മയും ഓർക്കും. അച്ഛനെയും അമ്മയും ഓർക്കും, പ്ലസ് ദശരഥൻ രാമൻ്റെ പിതാവിനെയും രാമൻ ഈ രത്നം കാണുമ്പോൾ ഓർക്കും. അതുകൊണ്ട് ഹേ ഹരിസത്തമ, നീ ആലോചിച്ച് പ്രവർത്തിക്കുക. എങ്ങനെയൊക്കെ ആയാൽ രാമൻ ഇവിടെ വന്ന് രാവണവധം നടത്തി എന്നെ കൊണ്ടുപോകുമോ, അതനുസരിച്ച് എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, എല്ലാം നിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നീ എൻ്റെ ദുഃഖത്തെ തീർക്കണം. തസ്യ ചിന്തയോ യത്നോ ദുഃഖക്ഷയകരോ ഭവേത്. എൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നില്ല, അതങ്ങേക്ക് അറിയാലോ. ആ അറിയണ പോലെ അങ്ങോട്ട് പ്രവർത്തിക്കുക എന്നങ്ങനെ പറഞ്ഞു. ജ്ഞാത്വാ സംപ്രസ്ഥിതം ദേവി വാനരം പവനാത്മജം ബാഷ്പഗദ്ഗതയാ വാച മൈഥിലീ വാക്യമബ്രവീൽ. ഭീമവിക്രമനായിരിക്കുന്ന വായുപുത്രൻ അങ്ങനെയൊക്കെ ആവാം എന്ന് പ്രതിജ്ഞ ചെയ്ത്
ദേവിയെ ബന്ധിച്ച് പോവാൻ തയ്യാറായതാണ്. ഹനുമാനെ, നിനക്ക് നല്ലത് വരട്ടെ. തഥാസ്തു, ഉത്തമമായ നല്ലൊരു കാര്യത്തിനാണ് യാതൊരു സ്വാർത്ഥവും ഇല്ലാതെ നീ പുറപ്പെട്ടിരിക്കണം. അർപ്പണ മനോഭാവത്തോടു കൂടി പുറപ്പെട്ടിട്ടുള്ള ഏത് പ്രവൃത്തിക്കും നന്മയേ വരൂ. അതുകൊണ്ട് നിനക്ക് നല്ലത് വരട്ടെ. നീ രാമലക്ഷ്മണന്മാരോട് കുശലം പറയണം. കുശലം പറയുക എന്നുള്ളൊരു വാക്ക് എന്താ വെച്ചാൽ ഇവിടെയുള്ള സംഗതികൾ അവിടെ പറയുക. സുഖമല്ല ഇവിടെ സത്യത്തിൽ, അത് പറയണം. കുശല സുഖമല്ലെങ്കിൽ അത് പറയാമെന്നാണ്. കുശലത്തിൽ രണ്ടും പെടും. കുശലം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖങ്ങൾ എന്തോ ആവട്ടെ, അത് അല്ല, അവസ്ഥ എന്നാണ്. കുശലം പറയുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ അവിടെ പറയുക. ചിലപ്പോൾ ദുഃഖാവാം, അത് ചിലപ്പോൾ സുഖാവാം. അത് അതുകൊണ്ട് നീ ഇവിടുത്തെ സ്ഥിതി നർത്തം അവിടെ കുശലം പറയണം. വേണ്ടതെല്ലാം നീ ചെയ്യണം. രാമൻ ഇവിടെ വന്ന് എന്നെ വീണ്ടെടുക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് രാമന് തോന്നിക്കത്തക്ക വിധത്തിൽ സമർത്ഥമായിട്ടുള്ള വാക്ക് പ്രയോഗം നീ ചെയ്യണം. നീ അതിൽ നിപുണനാണ് എന്ന് രാമന് പണ്ടേ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. സുഗ്രീവനായിട്ട് കണ്ടപ്പോൾ, നോക്കൂ ലക്ഷ്മണ, ഒരു വാക്കുപോലും അപശബ്ദം ഇവൻ പറയുന്നില്ല. നല്ല വൈയാകരണൻ ഇവൻ നിശ്ചയം. വാക്ക് പ്രയോഗിക്കുന്ന കണ്ട ഒരാളുടെ സംസ്കാരം അറിയാവുന്നതാണ്. അവൻ അതിൽ നീ നിപുണനാണല്ലോ. എന്നും ഉത്സാഹശീലനായിട്ട് പൗരുഷം പ്രവർത്തിച്ചിട്ടാണ് ഹനുമാൻ നീ. അവിടെ എന്നെ നേടാനുള്ള ആ പൗരുഷം രാമന് എങ്ങനെ വർദ്ധിക്കുമോ അതുപോലെ നീ വാക്ക് പ്രയോഗിക്കണം. ആ സന്ദേശത്തോടു കൂടിയിട്ടുള്ള വാക്ക് കേട്ടാൽ ഒട്ടും താമസിക്കാണ്ട് രാമൻ ഇങ്ങോട്ട് വരണം, രാവണനെ വധിച്ച് എന്നെ കൊണ്ടുപോകണം. അതിനായിട്ട് ഏതൊക്കെ വാക്കുകൾ പ്രയോഗിക്കണം, എങ്ങനെയൊക്കെ പ്രയോഗിക്കണം എന്ന് ശ്രീ ഹനുമാൻ അങ്ങേക്കറിയാം. അതാണ് പ്രയോഗിച്ചോളുക. ആ കാര്യം നടക്കട്ടെ. അപ്പോൾ ആ സീതാ സമാശ്വാസനം എന്നാണ് ഈ സർഗത്തിൻ്റെ പേര്. ഹനുമാൻ സീതയുടെ മനസ്സിൽ ഒരുപാട് ആകാംക്ഷകളുണ്ട് എന്ന് മനസ്സിലാക്കി ആശ്വസിപ്പിക്കുകയാണ്. ക്ഷിപ്രമേഷ്യതി കാകുൽത്തെ ഹര്യക്ഷപ്രവരേർവൃത എത്തേ ഇത് വിജിത്യാരീൻ ശോകം എവനയിഷ്യതി. ദേവി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ എത്തേണ്ട താമസമേ ഉള്ളൂ. രാമലക്ഷ്മണന്മാർ സുഗ്രീവ സൈന്യത്തോടു കൂടി വെറുതെ അല്ല വരണം, കേഴും കൈകൊണ്ടല്ല. സുഗ്രീവൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ ചെറുതാണോ? വിപുലമായിട്ടുള്ള സൈന്യമാണ് സുഗ്രീവനുള്ളത്. ആ സൈന്യത്തോടു കൂടി ഇങ്ങോട്ട് വന്നാൽ ലങ്കയുടെ കഥയും കഴിഞ്ഞു, രാവണൻ്റെ കഥയും കഴിഞ്ഞു. ഉറപ്പിച്ചോളൂ, ഈ വാക്കിൽ മാറ്റില്ല. ഞാൻ അവിടെ എത്തേണ്ട താമസം ഉണ്ടാവും. അതിപ്പോൾ എത്ര നേരമുണ്ട്? ഹനുമാന് സമുദ്രം കിടക്കുക എന്ന് പറഞ്ഞാൽ 64 കിലോമീറ്ററിൽ പോണ ഒരാൾക്ക് 1 മിനിറ്റ് മതി അല്ലേ? മണിക്കൂറിൽ 64 കിലോമീറ്റർ ഒന്നും അല്ല ഹനുമാൻ്റെ സ്പീഡ്. ഇതാകെ 64 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100 യോജനയുണ്ട്. അതിൽ സ്പീഡിലാണ്. അപ്പോൾ സമയമില്ല. ഇവിടുന്ന് അവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ സമയമില്ല. അപ്പോൾ ഉറപ്പെട്ട അവിടെ എത്തി. ആ താമസം മാത്രമാണ് ഇനി അങ്ങേ ഭവതിക്ക് രാമനുമായിട്ട് ചേരാൻ ഉള്ളത്. ഈ 3 ലോകത്തിൽ ആ രാമനെ എതിർക്കാൻ ആരാണ് ദേവി ഉള്ളത്? നഹി പശ്യാമി മർത്യേഷു സാസുരേഷു സുരേഷു വാ. അസുരന്മാരിലും സുരന്മാരിലും രാമൻ്റെ ശരത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ ആർക്കാണ് കഴിയുക? അതുപോലെ സൂര്യൻ, ഇന്ദ്രൻ, യമൻ, ഇവർക്ക് പോലും കഴിയില്ല. ഇവരൊക്കെയാണല്ലോ ഹേമന്മാർ. പേര് കേട്ടാൽ പേടിക്കുന്ന ആളാണല്ലോ യമൻ. യമൻ എന്ന് കേട്ടാൽ എല്ലാവർക്കും പേടിയാണ്. ഇന്ദ്രനെ വജ്രായുധം കാരണം കുറേ ആൾക്കാർക്ക് പേടിയാണ്. സൂര്യനോ നിസ്സാരക്കാരനല്ല. പക്ഷേ ഇവർക്കാർക്കും രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ ഭൂമി മുഴുവനും കീഴടക്കാൻ സാമർഥ്യം, ശക്തി ഉള്ള ആളാണ് രാമൻ. അത് ദേവി മനസ്സിലാക്കണം. പിന്നെ എന്തിനാണ് പേടിക്കണത്? ഞാൻ അവിടെ എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. ആ അങ്ങോട്ട് കേട്ടതോടു കൂടിയിട്ട് സസ്നേഹം ആ ഹനുമാനെ ആദരിക്കുകയാണ്. ജാനകി ബഹുമേനേ തം വചനം ചേതവബ്രവീൽ. അതിവിശിഷ്ടമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളോടും വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവും ഉള്ള ഹനുമാനെ ദേവി നല്ലപോലെ ബഹുമാനിച്ചു. ബഹുമേനേ തം, അവനെ ബഹുമാനിച്ചു എന്ന് പറയണം, ആദരിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തുല്ലോ. തതസ്ഥം പ്രസ്ഥിതം സീതം വീക്ഷമാണ പുനഃ പുനഃ ഭർതൃസ്നേഹാന്വിതാവാക്യം സൗഹാർദ്ദ അനുമാനേൽ. സൗഹാർദ്ദത്തോടു കൂടിയിട്ട് പിന്നീട് സീത ഇപ്രകാരം പറയണം. യതിവ മന്യസേ വീര വസേകാഹമരിന്ദമ.
കസ്മിൻ ച സമ്പ്രദേ ദേശേ വിശ്രാന്തശ്വേ ഗമിഷ്യതി. ഈ ലങ്കയിൽ വന്ന മുതൽക്ക്, അല്ലയോ വാനരശ്രേഷ്ഠ, എനിക്ക് ഒരേ ഒരു ആശ്വാസമേ ഉള്ളൂ, അത് നീയായണം. എപ്പോൾ ഹനുമാൻ വന്നുവോ ആ സമയം ദുഃഖമാണ്, അതുവരെ ദുഃഖമാണ്. ഹനുമാൻ വന്നതുകൊണ്ട് മാത്രമാണ് ദുഃഖത്തിന് കുറവുണ്ടായത്. നീയാണ് എനിക്കൊരു ആശ്വാസം. യസ്യ ശോകസ്യമഗതോ മുഹൂർത്തം മോക്ഷണം ഭവേൽ. എൻ്റെ ശോകത്തിന് ഒരു ലേശം അമാശ്വാസം കിട്ടിയത്, അല്ലയോ വാനരശ്രേഷ്ഠ, നീ വന്നത് മുതൽക്കാണ്. അതുവരെ എനിക്ക് ദുഃഖം, സഹിക്കാൻ വയ്യാത്ത ദുഃഖം, ചെറിയ ദുഃഖമല്ല, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു ലേശം ഇവിടെ വിശ്രമിച്ചിട്ട് നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ് സീത. കുറച്ചും കൂടി ആ ഒരു ആശ്വാസം, രാമദൂതനെ കണ്ടിട്ടുള്ള ആശ്വാസം ഞാൻ അനുഭവിക്കട്ടെ. നീ പോയി കഴിഞ്ഞാൽ വീണ്ടും വരുമോ? അത് ഉറപ്പില്ലാത്ത കാര്യമാണ് സീതയ്ക്ക്. അത്രയും ഉറച്ചിട്ടില്ല മനസ്സുകൊണ്ട്. ഹനുമാൻ ഉറപ്പുണ്ട്, രാവണൻ്റെ ആളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. പക്ഷേ സീതയ്ക്ക് എത്ര ഉറപ്പായില്ല. സ്ത്രീകളല്ലേ, എത്രയായാലും ആ ഒരു ഭാവമാണ് കഥയിൽ കൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സ് വീണ്ടും ദുഃഖത്തിലേക്ക് എരിയും നീ പോയാൽ. പക്ഷേ സീത പറയാണ്, ഹേ ആനന്ദശ്രേഷ്ഠ, ഒരു സംശയം. എന്താ പിന്നെയും സംശയം? വേറൊന്നുമല്ല, ആ ഹരീശ്വരന്മാർ, രാമസൈന്യം, ലക്ഷ്മണൻ, സുഗ്രീവൻ, ഇവരെല്ലാം എങ്ങനെ സമുദ്രം കടക്കും? നീ സമുദ്രം കടന്നു, ശരി, അതുപോലെ എല്ലാവർക്കും പറ്റുമോ സമുദ്രം കടക്കാൻ? തവാദർശന പ്രണയ് ദുഃഖപരാമിട്ടാം ദീപയന്നിവ വാനര അയഞ്ച വീര സന്ദേഹത്തിഷ്ടതീവ മമാകൃത. ഈ സന്തോഷം, സംശയം, സുമഹാന്ത സഹായേഷു ഹര്യക്ഷേഷു ഹരീശ്വര കഥം നു ഖലു ദുഷ്പാരം തരിഷ്യതി മഹോദതിം. മഹാസമുദ്രത്തെ ഈ പട എങ്ങനെ കടക്കും? നീ വന്നതുകൊണ്ട് ഇപ്പോൾ ആയില്ലല്ലോ, എല്ലാവരും കിടക്കണ്ടേ? സംഘം വേണ്ടേ രാവണനെ നേരിടാൻ? ഒരാൾക്ക് കൂട്ടിയാൽ പറ്റൂ ഇത്രയും ശക്തനെ നേരിടാൻ? രാവണൻ ചില്ലറ ശക്തനൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അവർ എങ്ങനെയാണ് കടൽ കടക്കുക എന്ന് എനിക്കൊരു മനസ്സിൽ വല്ലാത്തൊരു ആകാംക്ഷയുണ്ട്. ഈ കടൽ കടക്കാൻ കഴിവുള്ളവർ 3 ആളാണ്. അപ്പോൾ സീതയുടെ അറിവില്ല കേട്ടോ, വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടില്ല. മൈൻഡൻ ദിവിധൻ ചിലർക്കൊക്കെ പറ്റും. സീതയ്ക്ക് അതിനെപ്പറ്റി അറിവില്ലല്ലോ, വാനരന്മാരുടെ ശക്തിയെപ്പറ്റി സീതയ്ക്ക് അറിവില്ല. ത്രയാണാം ഏവഭൂതാനാം സാഗരസ്യാസ്യ ലംഘനെ. ഒന്ന് ഹനുമാൻ, ഇതപ്പം കടന്നു. പിന്നെ ഗരുഡൻ, ആകാശചാരിയാണല്ലോ. ഗരുഡനും നിനക്കും വായുവിനും, വായുവിനെ എവിടെ എത്തിക്കൂടാതെ, അല്ലാതെ 3ാമതൊരാൾക്ക് ഈ സമുദ്രം കടക്കാൻ പറ്റുമെന്ന് എൻ്റെ അറിവിലില്ല. ഇല്ല എന്ന് വെച്ചാൽ ശരിയല്ല, അവരൊക്കെ കടന്നുല്ലോ. ഈ ചിറ കെട്ടിയില്ലെങ്കിലും കടക്കാൻ കഴിവുള്ളവരുണ്ട് അത്ര അവിടെ. മൈന്ദൻ ദ്വിവിധം സുഷേണം ഇവർക്കൊക്കെ കടക്കാൻ പറ്റുമെന്നാണ് പറയണം. സീതയ്ക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അവിടെ എന്താണ് ഒരു മാർഗം? കിം പശ്യസേ സമാധാനം ത്വം ഹി കാര്യവിദാം വരാ. എല്ലാം അറിവുള്ളവനല്ലേ ഹനുമാൻ. എന്ത് മാർഗത്താൽ ആ പട വന്നാലേ യുദ്ധം നടക്കൂ, യുദ്ധം നടന്നാലേ രാവണനെ കൊല്ലാൻ പറ്റും. എങ്ങനെ ഇത് സാധിക്കും? തീർച്ചയായിട്ടും ആ വിജയം നിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. ഞാൻ ഇവിടെയാണ്, രാമൻ അറിയണം, സന്ദേശം കൈമാറണം. ഇതൊക്കെ അണിക്കല്ല് എന്ന് പറയണത് ആരാ? ഹനുമാൻ, നീ തന്നെയാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അങ്ങയുടെ കീർത്തി വർദ്ധിപ്പിക്കും എന്ന് പറയണം. ഹനുമാൻ്റെ കീർത്തി വളരെയേറെ വർദ്ധിപ്പിക്കും. രാമനും കീർത്തികരമാണ്. ദുഷ്ടനായ രാവണനെ വധിച്ച് അവൻ അപഹരിച്ച പത്നിയെ വീണ്ടെടുത്തു, അനീതി അധർമ്മം ലോകത്തിൽ നശിപ്പിച്ചു എന്ന കീർത്തി രാമനും ഉണ്ടാവും. ലങ്കാവിജയം, ഈ ശത്രുസൈന്യത്തെ മുഴുവനും നശിപ്പിക്കുന്നതായിട്ടുള്ള രാമൻ ശരങ്ങളെ കൊണ്ട് ലങ്കയെ നശിച്ച് ഭസ്മീകരിച്ച് എന്നെ കൊണ്ടുപോയാൽ അദ്ദേഹത്തിനും കീർത്തിയാണ്, അങ്ങേക്കും കീർത്തിയാണ് ഹനുമാൻ. എല്ലാവർക്കും കീർത്തികരമായിട്ടുള്ള ഈ കാര്യം എങ്ങനെ സമുദ്രം കടക്കും എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് സീത പറഞ്ഞു. എപ്രകാരം ആയാൽ ഈ സംഗതികളെല്ലാം നടക്കുമോ അപ്രകാരം നീ പ്രവർത്തിക്കണം. ഇപ്പോൾ ഈ കാര്യസാധ്യത്തിന്, രാവണനാശത്തിനും എന്നെ വീണ്ടെടുക്കലും ആസ്പദം നിൻ്റെ വാക്ക്, പ്രവൃത്തി എല്ലാം നിന്നിലാണ്. പൂർണ്ണ ഉത്തരവാദിത്വം ഹനുമാനാണ് കൊടുത്തു. അപ്പോൾ ഹനുമാൻ പറയണം, ദേവി ഹരിയക്ഷ സൈന്യാനാം ഈശ്വരപ്ലവതാംബര സുഗ്രീവ സത്യസമ്പന്ന തവാർത്തേ കൃത നിശ്ചയ. ഈ സുഗ്രീവൻ
ഭവതിക്ക് വേണ്ടി എന്തും ചെയ്യും. രാമനോട് വാക്ക് കൊടുത്തിട്ടുള്ളതാണ് കരാറിൽ. അവിടെ ഒരു സഖ്യം ഉണ്ടായില്ലോ. ആ സഖ്യത്തിൽ സീതയെ വീണ്ടെടുക്കാൻ എന്ത് അറ്റം വരെ പോകാനും സുഗ്രീവൻ തയ്യാറാണ്. ആ സുഗ്രീവൻ ഭവതി വിചാരിക്കുന്ന പോലെ കേവലം ഒരു വാനരനല്ല, എന്തിനും ഏതിനും കഴിവുള്ളവനാണ്. വായുവേഗത്തിലാണ് സഞ്ചരിക്കുന്ന ഒരുപാട് വാനരന്മാർ ആ സുഗ്രീവൻ്റെ കീഴിൽ ഉണ്ട്. അതീവ പരാക്രമശാലികളും ശക്തിസമ്പന്നരും സത്വാന്മാരും മനോവേഗത്തിൽ സഞ്ചരിക്കുന്നവരുമാണ് ദേവി അവർ. എന്തേ ഇപ്പം ദേവി വിചാരിച്ച് അവർ പറയണം, ഇവിടെ പറയണം, ഏഷാ നോ ഉപരി നാദ തരിഷ്യ തിര്യക്ക് ന തിര്യക് സജ്ജതേ ഗതി. മേലോട്ടും കീഴോട്ടും തിര്യക്ക് ഒറിസോണ്ടലായിട്ടും അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. വല്ലാത്തൊരു കഴിവാണ്. മേലോട്ട് സഞ്ചരിക്കണോ പറ്റും, കീഴോട്ട് സഞ്ചരിക്കണോ പറ്റും, ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ തിരശ്ചീനം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ 3 ദിശയിലേക്കും. ഏഷ നോവരി നാദത്താൻ ന തിര്യക്ക്. ഞാൻ പറഞ്ഞാൽ സഞ്ചരിക്കാൻ തടസ്സമില്ലാത്തവർ. അങ്ങനെ നെഗറ്റീവ് വരുന്ന അവിടെ. ഇടത്തോട്ടോ വലത്തോട്ടോ മേപ്പട്ടോ കീഴ്പെട്ടോ സഞ്ചരിക്കാൻ തടസ്സമില്ലാത്തവരാണ് അവർ. തടസ്സം ഇല്ലാത്തവരാണ് അവർ. അതുകൊണ്ട് എന്നോട് തുല്യരും പലരും എന്നേക്കാൾ സമർത്ഥരുമാണ്. ദൂതന്മാരെ സമർത്ഥരായിട്ടുള്ളവരെ അയക്കാറില്ല എന്ന് പറയണം ദൂതന്മാരെ. അപ്പോൾ അതിലും കുറവുള്ളവനാണ് ഞാൻ. ഈ എന്നേക്കാൾ കുറവുള്ളവർ, എന്നേക്കാൾ എത്രയോ ശക്തിയുള്ളവരാണ് ഇനി അവിടെ ഉള്ളവർ കാണാൻ പോകണേ ഉള്ളൂ. എൻ്റെ ഈ ശക്തിയൊന്നും ഒന്നിലും ഹനുമാൻ തന്നെ ഒന്നിലും കുറവില്ലാത്തവർ പറയുകയാണ്. നല്ല ശക്തന്മാരെയും കേമന്മാരെയും വിദഗ്ധന്മാരെയും ദൂതനായിട്ട് പറഞ്ഞേക്കാറില്ല ദേവി. അതാണ് ദേവിക്ക് അറിയാമല്ലോ, ഞാനൊക്കെ ചെറിയ ആളാണ്. എനിക്ക് ഈ സമുദ്രം കടക്കാം എങ്കിൽ പിന്നെ അവിടെയുള്ളവർക്കാണോ കടക്കാൻ പ്രയാസമുള്ളത്? ആ സമുദ്രം കടന്ന് എല്ലാവരും സമുദ്രം എന്ത് മാർഗത്താലും കടന്ന് അസ്ത്രങ്ങളാൽ ഈ ലങ്കയെ ഭസ്മമാക്കും ദേവി. ഇത് വാക്കാണ്, ഇത് മാറാത്ത വാക്കാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നങ്ങനെ പറയണു, സഗണൻ രാവണം ഹത്വാ രാഘവോ രഘുനന്ദനത്വാമാദായ വരാരോഹേ സ്വരിം പ്രതിയാസ്യതി. രാവണനെ മാത്രമല്ല, രാവണൻ്റെ കുലത്തിനെ മുഴുവനും അവരില്ലാണ്ടാക്കും. ബാന്ധവന്മാർ, ബന്ധുക്കൾ, മക്കൾ, സകുലം ഹത്വ, സർവം ഉന്മൂലനാശം ചെയ്ത് രാവണഭീതി ഈ ലോകത്തിലില്ലാത്ത വിധം ആക്കി തീർക്കും. സംശയിക്കേണ്ട, ഒരു കാലം താമസം മാത്രമേ ഇതിനുള്ളൂ. ഇത് ദേവി കാണാൻ പോവുകയാണ്. രോഹിണി എപ്രകാരം ചന്ദ്രനോട് കൂടി ചേരുമോ അതുപോലെ ദേവി രാമനോട് ചേരും. ഇതെൻ്റെ വാക്ക് വാഴ്വാക്കാവില്ല. ഇനിയും ദേവി വിശ്വാസമില്ലേ ഭവതിക്ക്? രാവണവധം അവിടുന്ന് കാണും. അവിടുത്തെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്ന കാഴ്ചയാണ് രാവണവധം. വില്ലും വമ്പും ധരിച്ചിട്ടുള്ള രാമലക്ഷ്മണന്മാർ ഈ ലങ്കയിലെത്തുന്ന സമയം വിദൂരമല്ല, ഒട്ടും ദൂരെയല്ലാത്ത ആ രാമലക്ഷ്മണന്മാർ ഇതാ വില്ല് ധരിച്ച് രാവണവധത്തിനായി കൊണ്ട് ഇവിടെ എത്തും. ഇനി അല്പസമയം മാത്രമേ അതിന് താമസമുള്ളൂ. നഖദംഷ്ട്രായുധാൻ വീരാൻ സിംഹശാർദൂല വിക്രമാൻ. സിംഹത്തിൻ്റെയും പുലിയുടെയും മറ്റും പരാക്രമമുള്ള നഖങ്ങളും ദംഷ്ട്രങ്ങളും ഉള്ളതായ അതികേമന്മാരായിട്ടുള്ള വാനരാൻ വാരണേന്ദ്രാഭാൻ. ആനയ്ക്ക് സമാനമായിട്ടുള്ള വലിപ്പമാണ് പലരും, ചില്ലറ വലിപ്പമല്ല, വലിപ്പം കൊണ്ടും പിന്നിലല്ല എന്നർത്ഥം. വാരണം ആന, വാരണേന്ദ്രാഭാൻ ആനയ്ക്ക് തുല്യമായിട്ടുള്ള വലിപ്പമുള്ളവരും. ക്ഷിപ്രം രക്ഷസി സംഗതാൻ, വളരെ വേഗം അവരിവിടെ എത്താൻ പോവുകയാണ്. മലകൾ, മേഘങ്ങൾ മുതലായിട്ടുള്ള പോലെയുള്ള അനേകം വാനര സംഘങ്ങൾ, പർവ്വതാകാരന്മാർ, ആനയെപ്പോലെ മേഘങ്ങൾ, വലിയ മേഘക്കൂട്ടുണ്ടാവും ആകാശത്ത്. അതുപോലെയുള്ള വാനര സംഘങ്ങൾ ഈ ലങ്കയിൽ കൂടെ വിലസുന്നത് ഇനി വിദൂരത്തല്ല ദേവി. എന്നാൽ ആ മന്മഥ ബാണം തറച്ച് പത്നിയില്ലാത്ത ദുഃഖം ഇപ്പോൾ രാമനുണ്ട്. അതുകൊണ്ട് സ്വല്പം അസ്വസ്ഥമാണ്. അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം, ഒരു ദുഃഖമോ ഭയമോ വേണ്ട, അതെല്ലാം ശരിയാവും. ശചി ഇന്ദ്രനോട് കൂടി ചേരുന്നത് പോലെ ഭവതി രാമനോട് കൂടിയിട്ട് ചേരും. സീതാ സമാശ്വാസനം. അതുകൊണ്ട് അങ്ങ് പേടിക്കേണ്ട. രുതമാദേവി ശോകേനമാഭൂത്തേ മനസ്സോ ഭയം. കരയരുത്. മാ എന്ന് പറഞ്ഞാൽ അരുത്. കരയരുത് ദേവി. ശജീവ ഭർത്താ ശക്രേണ.
ഭർത്താവായിട്ട് ഇന്ദ്രനോട് കൂടി ശചി ചേരുന്നത് പോലെ സംഗമേഷ്യസി ശോഭനേ, സുന്ദരി അവിടുന്ന് രാമനോട് കൂടിയിട്ട് ചേരും. രാമനേക്കാൾ വിശിഷ്ടനായിട്ട് വേറെ ആരാണ് ഈ ലോകത്തിൽ ഉള്ളത്? രാമാ വിശിഷ്ടക്കോന്യോസ്തി കച്ചിൽ സൗമിത്രിനാസമ. സൗമിത്രിക്ക് തുല്യമായിട്ട് ആരുണ്ട്? രാമന് തുല്യമായിട്ട് ആരുണ്ട്? രാമലക്ഷ്മണന്മാർക്ക് തുല്യമായിട്ട് ആരുണ്ട്? രാമൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണത്തിന് തുല്യമായിട്ടൊരു സഹോദരനെ ഈ ഭൂമി മുഴുവൻ തിരഞ്ഞാൽ കിട്ടുമോ? അത്രയും ശക്തനായിട്ടുള്ള ഒരു അനുജൻ ഉണ്ടാവുക, ശക്തനായിട്ടുള്ള സുഗ്രീവൻ, അവരുടെ കീഴിലുള്ള പടകൾ ഉണ്ടാവുക, എന്നേക്കാൾ കേമന്മാർ, എൻ്റെ അത്ര കേമത്തല്ല, എന്നേക്കാൾ കേമന്മാരായിട്ടുള്ള പട, ആയിരക്കണക്കിനും കോടിക്കണക്കിനും ഉള്ള വാനരന്മാർ, സമുദ്രം തരണമല്ല അതിലപ്പുറമുള്ള കാര്യത്തിനും തയ്യാറായിട്ടുള്ളവർ ഉണ്ടായിരിക്കുമ്പോൾ ഭവതിക്ക് എന്തിനാ ആശങ്ക? രാവണവധം ഉറപ്പായില്ലോ. ഞാൻ ഇവിടെ വന്നതോടുകൂടി അത് ഉറപ്പായിരിക്കണു. അതുകൊണ്ട് ഭവതി സമാധാനിച്ചോളൂ. ദേവി, രാക്ഷസന്മാർ വസിക്കുന്നതും അതിരൗദ്രവുമായ സദാ ഭവതിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ ജീവിതം അവസാനിക്കാറായി. ഇനിയും രാക്ഷസന്മാരുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്ന ഈ ദുർഗതി ഭവതിക്ക് ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പിച്ചോളൂ. എല്ലാറ്റിൻ്റെയും അവസാനം കണ്ടിരിക്കുന്നു. ദുഃഖമൊക്കെ കഴിയായി. ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാലമാണ്. പ്രിയതമൻ്റെ കൂടെ സുഖമായിട്ടുള്ള ഒരു ജീവിതം ഇതാ ദേവി അവിടുത്തെ കാത്തിരിക്കുന്നു. നാത്മിഞ്ചിരം വത്സസി ദേവി ദേശേ രക്ഷോഗണേർ ഉദ്ദിഷിതേ അതിരൗദ്രേ. അതിരൗദ്രമായിരിക്കുന്ന സുഖമില്ലാത്ത രാക്ഷസ ജീവിതം, രാക്ഷസ മധ്യത്തിലുള്ള ജീവിതം ഇതാ കഴിയാറായി. നതേ ചിരാദാഗമനം പ്രിയസ്യ ക്ഷമത്സമൽ സംഗമകാലമാത്രം. ഞാൻ അവിടെ പോയിട്ട് അങ്ങോട്ട് രാമനുമായിട്ട് സംഗമിക്കേണ്ട സമയം, ആ താമസം മാത്രമേ ഉള്ളൂ. അതാണ്ടായാൽ ദാ അവരിങ്ങോട്ട് പുറപ്പെടുകയായി, ഇവിടെ എത്തുകയായി, രാവണവധമായി, സീതയെ ഭവതിയെ വീണ്ടെടുക്കലായി. ഒക്കെ ഒരുപാട് വിദൂരത്തല്ല, എല്ലാം ഇതാ സമാഗതമായിട്ടിരിക്കുകയാണ്. ഏതാനും നിമിഷം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സീതയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഹനുമാൻ പിന്മടങ്ങാൻ തുടങ്ങുകയാണ്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ദതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം നേതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.